ഭഗവതേ വാസുദേവായ. ദശകം 10 ശ്ലോക 1. വൈകുണ്ഠവർദ്ധിത ബലക അദഭവത്പ്രസാദാത് അംബോജയോനിഃ അസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാനി തദാ തിരശ്ചാം ജാതീഃ മനുഷ്യ നിവഹാനഭിദേവഭേദാൻ. വൈകുണ്ഠവാസിയായ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു, വർദ്ധിത അധികമായിട്ടുള്ളത്, ബലഹ വീര്യം, അധ അനന്തരം, ഭവത് ഭഗവാന്റെ, പ്രസാദാത് അനുഗ്രഹത്താൽ, അംബോജയോനിഹി ബ്രഹ്മാവിന്റെ ഒരു നാമം, അസൃജത് സൃഷ്ടിച്ചു, കില ചെയ്തു തീർത്തു, ജീവദേഹാൻ ജീവശരീരങ്ങൾ, സ്ഥാസ്നൂനി സ്ഥാപനങ്ങൾ, ഭൂരുഹമയാനി മണ്ണിൽ മുളച്ച് ഉണ്ടാകുന്നത്, തഥാ അതുപോലെ, തിരശ്ചാം പക്ഷി മൃഗാദികൾ, ജാതീഹി ജാതികളും, മനുഷ്യ നമ്മുടെ മനുജാതിയാകുന്നത്, നിവഹാൻ വർഗങ്ങളും, ദേവഭേദാൻ ദേവസമൂഹങ്ങൾ. ഈ 10ാമത്തെ ദശകത്തിൽ നമ്മുടെ ഭഗവാന്റെ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവ് അങ്ങനെ വൈകുണ്ഠത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താലും പ്രേരണയാലും ആ ഒരു സന്തോഷത്തിന് അനുഗ്രഹത്തിനും ഉടമയായ ആ ബ്രഹ്മാവ് ആ വീര്യം അങ്ങ് കൂടുകയും അനന്തരം ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രേരിതമായി ബ്രഹ്മാവ് എല്ലാവിധ സൃഷ്ടികർമ്മത്തിൽ അങ്ങ് ഏർപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാവ് ജീവശരീരങ്ങളെ സൃഷ്ടിക്കുകയും സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുകയും മണ്ണിൽ മുളച്ചുണ്ടാകുന്നതിനെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ ജാതികളെയും മനുഷ്യവർഗങ്ങളെയും ദേവകൂട്ടങ്ങളെയും അങ്ങനെ എല്ലാവിധ സൃഷ്ടികർമ്മത്തിൽ അങ്ങനെ ഏർപ്പെട്ടു ബ്രഹ്മാവ്. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വൈകുണ്ഠവർദ്ധിത ബലോദഭവത്പ്രസാദാത് അംബോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാനി തദാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാനഭിദേവഭേദാൻ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.